തഴുതാമ. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും കണ്ണിനും ഷുഗറിനും എല്ലാം നല്ല ഒരു മരുന്നാണ്. നമ്മൾ ഭക്ഷണ സാധനത്തിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് പറയും. ഇന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇന്ന് കണ്ടത്തിൽ നിന്ന് കുറേ സാധനം കിട്ടി. ഇത് ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ചൊന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇളം തണ്ടുകൾ മാത്രം എടുത്തിട്ട് അതൊന്നൊന്ന് അരിഞ്ഞിട്ട് ഇന്നൊരു തോരൻ വെച്ച് നോക്കാനുള്ള പരിപാടിയാണ്. ഇത് തോരൻ വെച്ച് ഞാൻ കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതാണ്. തോരൻ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ ധാരാളം കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് തഴുതാമ. എല്ലാവരും പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ണിന് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ് ഒക്കെ. അപ്പം ഞാനിന്ന് പറമ്പിൽ ചെന്ന സമയത്ത് എനിക്ക് അവിടെ കുറേ വളർന്നിട്ടുണ്ട്. ഞാനെന്ന് വിചാരിച്ചു എന്നാൽ ഇപ്പം വീട്ടിൽ ഒരു മത്സ്യങ്ങളൊന്നും കൂട്ടാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് പച്ചക്കറി എന്ന കൂട്ടാൻ വെക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു ശകലം തഴുതാമ എടുത്തിട്ട് തോരനാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നു. കുറച്ച് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോരൻ വയ്ക്കാൻ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഇനിയും ചട്ടി ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഒരു നുള്ള് ഉണങ്ങലരിയല്ല, അല്ല മട്ടയരി. ഉണക്കമുളക് എവിടെ ഇരിക്കുന്നത്? ഇത്തിരി കുറച്ച് വെച്ചു. അരപ്പ് 2-3 ഉണക്കമുളകും കൂടി അതിനകത്തിടുകയാണ്. നമ്മൾ വേപ്പില, ഇട്ട് കൊടുത്തു. കൂടെ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചതച്ചതാണ്. സാധാരണ സാധാരണ വെക്കുന്ന തോരൻ പോലൊക്കെ തന്നെയാണ് വെക്കുന്നത്. സാധനം ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞ് നോക്കിയിട്ട് വേണം. വേറെ ഇനി ഇരിക്കുന്നുണ്ട്, ഇനി പറിക്കാനും ഉണ്ട്. അതൊന്ന് ഇടുകയാണ്. ഇതാണ് തഴുതാമ അരിഞ്ഞത്. പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ്.
എന്നിട്ട് നമുക്കൊന്ന് ആവി കൊള്ളിക്കണം. എന്നിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് കുത്തി സാധാരണ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇന്ന് ആവി ഒന്ന് നോക്കാം, ഒന്ന് മറിച്ച് വയ്ക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മോളെ ഇതിൻ്റെ മണമൊന്ന് പിടിച്ചേ. ആ മണം വരുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ടില്ല. ഈ ഭാഗം കൂടി നമ്മളൊന്ന് ഇതാക്കിയിട്ട് കൂടെ നിറച്ച് നമ്മൾ ആദ്യമായിട്ട് വെക്കുന്നതായതുകൊണ്ട് നമുക്കതിൻ്റെ പാകം അറിയില്ല. പക്ഷെ എന്തെന്നാലും ഇലക്കറികളൊക്കെ നമ്മൾ സാധാരണ വെക്കുന്നതല്ലേ തോരൻ. നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നമ്മൾ കാര്യം ചെയ്യാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ ദിവസം നമുക്ക് ഉണ്ടാക്കാനുള്ള തഴുതാമ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ പെയ്തപ്പോഴത്തേക്കിനും അങ്ങനെ തളർത്ത് വന്നു. അത് കണ്ടാൽ കൊണ്ടും ഓരോരുത്തർ ഇതിന് മുമ്പ് തഴുതാമയുണ്ടോ ചോദിച്ചിട്ട് നമ്മുടെ പറമ്പിലേക്ക് വന്നു. അന്നൊന്നും അധികം കിട്ടിയില്ല. പക്ഷെ ഇന്ന് നിറഞ്ഞു കിടക്കുകയാണ്. ഉപ്പുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ തഴുതാമത്തോരൻ ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റിയാണ് കേട്ടോ. ഒരഭിപ്രായം പറയാനില്ല. നല്ല തോരനാണ്. നോക്കിയാൽ മോളെ ടേസ്റ്റ്. മോളെ നോക്കിയാൽ ടേസ്റ്റ് നോക്കി. ഒന്ന് രണ്ടുപേരും അഭിപ്രായം പറയുമ്പോഴാണല്ലോ നമുക്ക് അതിനോട് നല്ല അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെയൊക്കെ പറമ്പുകളിലുണ്ടെന്നുണ്ടെങ്കിൽ പറിച്ചിട്ട് തോരൻ വെച്ച് കഴിക്കുക, ആരോഗ്യം വർദ്ധിപ്പിക്കുക. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. എല്ലാവരും ഒന്ന് സഹായിക്കണം.